റെഡ്കോ കറി പൗഡറിനെതിരെ നടക്കുന്ന പ്രചരണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് റെഡ്കോയിലെ CITU നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കറി പൗഡർ യൂണിറ്റ് ആരംഭിച്ചതു മുതലാണ് സ്ഥാപനം നഷ്ടത്തിലായതെന്ന തരത്തിൽ പ്രചരണങ്ങൾ നടക്കുന്നു. റെഡ്കോയ്ക്ക് നേരത്തെ ഉണ്ടായിരുന്ന കടബാധ്യതയിൽ ഏറിയ ഭാഗവും അടച്ചു തീർക്കാൻ കഴിഞ്ഞത് കറി പൗഡർ യൂണിറ്റ് ആരംഭിച്ചതു മുതലാണെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. റെഡ്കോ കറി പൗഡർ ഫാക്ടറി തുടങ്ങുന്ന സമയത്ത് 20 കോടിയിലേറെ 2000-ൽ സ്ഥാപിതമായിട്ടുള്ള ഫാക്ടറിയാണ്. 2017-ലാണ് അത് നവീകരിച്ച് ഞങ്ങൾ ഇന്ന് കാണുന്ന നിലയിൽ അത് എത്തിയിട്ടുള്ളത്. 2017-ൽ ഫാക്ടറി നവീകരിക്കുമ്പോൾ 20 കോടിയോളം രൂപ അതിനുവേണ്ടി റെഡ്കോ ട്രേഡിംഗ് വിഭാഗത്തിൽ നിന്ന് തന്നിട്ടുണ്ട് എന്നാണ് അന്ന് പറഞ്ഞത്. അതും വസ്തുതാവിരുദ്ധമാണ്. 20 കോടിയിൽ അധികം പണം തന്നതുകൊണ്ടാണ് റെഡ്കോയിലുള്ള ട്രേഡിംഗ് മേഖല പ്രതിസന്ധിയിലായത് എന്ന് പറയുകയുണ്ടായി. ആ സമയത്ത് 20 കോടിയിലേറെ പൈസ എമൗണ്ട് നമുക്ക് തന്നിട്ടില്ല. 8.5 കോടിയോളം രൂപ മാത്രമാണ് നമുക്ക് അന്ന് ആ സമയത്ത് തന്നിട്ടുള്ളത്. 2016-17 കാലഘട്ടം മുതൽ 2019-20 കാലഘട്ടം വരെ ഏകദേശം 8-9 കോടിയോളം രൂപയാണ് റെഡ്കോയിൽ നിന്ന് സഹായമായി കറി പൗഡർ ഫാക്ടറിക്ക് ലഭിച്ചിട്ടുള്ളത്. അത് തന്നെ ക്യാഷായിട്ടും ബാങ്കുകളിൽ നിന്ന് FD വായ്പ വഴിയും ബാക്കിയുള്ള തുക റെഡ്കോ കറി പൗഡർ ഫാക്ടറി തന്നെ കണ്ടെത്തുകയും അത് ഞങ്ങൾ തന്നെ അടച്ച് ഇപ്പോൾ ഏകദേശം അത് പൂർത്തിയായിട്ട് വരികയും ചെയ്തിട്ടുണ്ട്. 2019-20 ശേഷമാണ് ഫാക്ടറി നല്ല നിലയിൽ ഒരു ലാഭത്തിലേക്ക് എത്താൻ സാധിച്ചത്. 2019-20 കാലഘട്ടം മുതലാണ്. 2025-26 കാലഘട്ടം വരെ ഫാക്ടറി ലാഭത്തിലാണ് പ്രവർത്തിക്കുന്നത്. ആ കാലയളവിൽ 20-21 കോടിയോളം രൂപ സഹായമായി ഹെഡ് ഓഫീസിനും അതുപോലെ ട്രേഡിംഗ് വിഭാഗത്തിനും നൽകിയിട്ടുണ്ട്. 20 കോടിയോളം രൂപ നൽകിയിട്ടുണ്ട്. ഈ 2017 കാലഘട്ടം വരെ തന്നെ 14 കോടിയോളം രൂപ കറി പൗഡർ ഫാക്ടറിയും നഷ്ടത്തിലായിരുന്നു, അതുപോലെ ട്രേഡിംഗ് മേഖലയും നഷ്ടത്തിലാണ്. 14 കോടിയോളം രൂപ രണ്ട് കൂട്ടരും നഷ്ടത്തിലാണ്. 2017 ഞങ്ങൾ റിനോവേഷൻ നടത്തിയതിനു ശേഷം അന്നത്തെ MD-യുടെ നേതൃത്വത്തിലായിരുന്നു അത് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. 2019-20 അത് ഞങ്ങളുടെ HOD നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. അവിടുത്തെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് നേതൃത്വം ഏറ്റെടുത്തിട്ട് 2019-20 മുതലാണ് പ്രവർത്തനം വീണ്ടും ശക്തിയോടെ പ്രവർത്തനം ആരംഭിച്ചത്. ആ കാലയളവ് വരെ ഏകദേശം 38 കോടിയോളം രൂപ നഷ്ടത്തിലാണ് കറി പൗഡർ ഫാക്ടറി ഉണ്ടായിരുന്നത്. 2017 മുതൽ ഇങ്ങോട്ട് 38 കോടി രൂപയോളം നഷ്ടത്തിലായിരുന്നു ഫാക്ടറി ഉണ്ടായിരുന്നത്. ആ 38 കോടി രൂപയുടെ നഷ്ടം ഈ 2019-20 കാലഘട്ടം മുതൽ 2025-26 വരെ ഞങ്ങൾ നികത്തിയിട്ടുണ്ട്. MK രാഗേഷ്, K മധുസൂദനൻ, O രമേശൻ, P ഷാജിദ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.